നമസ്കാരം. അടുക്കള റാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. വളരെ രുചികരമായ വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണിത്. ഇത് സൂപ്പർ ടേസ്റ്റുമാണ്. ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യമായിട്ട് വെളുത്തുള്ളി നല്ല വൃത്തിയാക്കി എടുക്കണം. അത് ഞാൻ അല്ലിയായിട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഞാനൊരു 2 കപ്പ് വെളുത്തുള്ളിയാണ് ആ രീതിയിൽ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ആവി കയറ്റിയെടുത്തിട്ട് അതിന് ശേഷം അതിനകത്ത് മസാലയൊക്കെ ചേർത്തിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മെഷറിംഗ് കപ്പിനാണ് ഞാൻ 2 കപ്പ് വെളുത്തുള്ളി അല്ലി ഇവിടെ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ആവി കൊള്ളിക്കുന്നതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നത്. അതിലൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ട് വെച്ച് അതിൻ്റെ മുകളിൽ വെളുത്തുള്ളി നിരത്തി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ അടപ്പിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് അങ്ങനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് എന്തൊക്കെ മസാലകളാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആദ്യം മുളക് പൊടി എടുക്കാം. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും കാശ്മീരി ചില്ലി ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനധികം എരിയൊന്നുമില്ല, നിറം വളരെ കൂടുതലായിരിക്കും. അച്ചാർ ഉണ്ടാക്കാൻ ബെസ്റ്റാണ് കാശ്മീരി ചില്ലി. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. 3.5 ടേബിൾ സ്പൂൺ എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂണെങ്കിലും കുറച്ചെടുക്കണം. ഞാൻ ഉപയോഗിച്ച കാശ്മീരി ചില്ലി പൗഡർ ഒട്ടും എരിവില്ലാത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഉപ്പ് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ കായം 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും പൊടികളാണ് ഞാനിവിടെ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റ് ആക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, അത് നമ്മൾ എണ്ണയിലോട്ടിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഒട്ടും കരിയുകയോ ഒന്നും ചെയ്യില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ എണ്ണ ചൂടായിട്ട് അതിനകത്തേക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതും പാചകം ചെയ്ത് പരിചയമില്ലാത്തവർക്കാകുമ്പോൾ വളരെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്കിനി 2 തണ്ട് കറിവേപ്പിലയും കൂടാതെ വിനെഗർ 2 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ വെളുത്തുള്ളി എന്തായെന്ന് നോക്കാം. വെളുത്തുള്ളി നന്നായിട്ട് ആവി കൊണ്ടിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് ഞാനിവിടെ ആവി കൊള്ളിച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, എന്നാൽ പച്ചമണം മാറുകയും ചെയ്യണം. ചൂടാണ്, എടുത്ത് മാറ്റി വെക്കട്ടെ. വെളുത്തുള്ളി ഒന്ന് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും എണ്ണ വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ വളരെ ടേസ്റ്റി ആയിരിക്കും. 1/4 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിൽ വെള്ളമയം ഒന്നും കാണത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ ഒന്ന് തുണി വെച്ചൊന്ന് ഒപ്പിയതിന് ശേഷം ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നോക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലയുടെ പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ല കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വീഴത്തില്ല. ഞാനതൊന്ന് സ്പൂണിൽ നിന്ന് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതിൻ്റെ ഒരു പരുവം മനസ്സിലായല്ലോ. ഒരുപാട് അങ്ങനെ വെള്ളമയമായിട്ടല്ല, നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടിരിക്കും അത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. കണ്ടോ, ഒട്ടും പുകയും കരിയും ചുമയും ഒന്നും ഉണ്ടാവില്ല. മുളകിൻ്റെ ആ ഒരു ഇത് വരുത്തതേ ഇല്ല ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും വെളുത്തുള്ളി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മുളകൊന്നും കരിഞ്ഞു പോകുക അങ്ങനത്തെ പേടിക്കണ്ട. ഇനി ഈ പൊടിയെല്ലാം നന്നായിട്ട് കിടന്ന് വഴണ്ട് നന്നായിട്ട് മൂക്കണം. എല്ലാ പൊടിയും നന്നായിട്ട് മൂത്ത് അതിലെ വെള്ളമയം ഒന്നും ഒട്ടുമില്ലാതെ കിട്ടണം. ആ രീതി വരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം.
വെളുത്തുള്ളി അച്ചാർ വളരെ ടേസ്റ്റിയാണ്. നമുക്ക് കൊളസ്ട്രോളിനൊക്കെ വെളുത്തുള്ളി വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കൊളസ്ട്രോൾ കുറയാനായിട്ടും പിന്നെ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ ഒരു മണം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് അവരവർ നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വിനെഗർ ചേർത്ത് കൊടുക്കാം. വിനെഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇവിടെ നോക്ക്, അച്ചാറിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആവുന്ന സമയത്താണ് നമ്മുടെ അച്ചാർ തയ്യാറാവുന്നത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പർ വെളുത്തുള്ളി അച്ചാർ റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.